അങ്ങനെ ഇക്കൊല്ലത്തെ ഓണവും വന്നെത്തി. ഹാപ്പി ഓണം. എല്ലാവരും ഓണം നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞങ്ങൾ വീട്ടിലൊരു കുട്ടി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും സ്ഥിരം സായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വിഭവങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു കുട്ടി സദ്യ വീട്ടിലൊക്കെ ആക്കി. ഇപ്രാവശ്യമാണ് ശരിക്കും സായി പ്രോപ്പറായിട്ടുള്ളൊരു സദ്യയുടെ രൂപത്തിൽ കഴിക്കുന്നത് കേട്ടോ, വാഴയിലയിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ സ്കൂൾ സ്റ്റുഡൻസിൻ്റെയും കോളേജ് സ്റ്റുഡൻസിൻ്റെയും ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി എൻ്റെ സ്കൂൾ ഡേയ്സും കോളേജ് ഡേയ്സും ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് തുടങ്ങി കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓണം എക്സാം ഉണ്ടാവും. ഓണം എക്സാം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ പൊതുവേ ഓണം സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഓണം സെലിബ്രേഷന് എന്തിടണം, അതിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ്, കമ്മൽ, മാല, ചെരുപ്പ്, അങ്ങനെ പിന്നെ അന്നൊക്കെ എന്ന് വെച്ചാൽ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ പഴയ ഓർമ്മകൾ അഴവർത്തുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, അപ്പം അതുപോലെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക.